ഹായ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ വീഡിയോ രാവിലത്തെ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ടൈമാണല്ലോ, സ്കൂളിലെ ദിവസമാണ്. അപ്പോൾ രാവിലെ ചായക്കടി ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ്. ചായക്ക് വെള്ളം വെച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കാണ്ട് അപ്പമാണ്, അപ്പവും ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ ചിരകി വെച്ചിരിക്കണേ. അപ്പോൾ ചട്നി ഉണ്ടാക്കട്ടെ വേഗം. അപ്പോൾ അപ്പവും കറിയൊക്കെ ആയി. ഇനി കുട്ടികളെ വിളിച്ചുണർത്തി അവർക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ. ഇപ്പോൾ അവരെ സ്കൂളിലേക്ക് പോലെ മാറ്റിക്കലും തിരക്കും ഒക്കെയാണ്. ഇപ്പോൾ ഒരു ചായയുടെയൊക്കെ കഴിഞ്ഞു. ഇനി വേഗം അവർക്ക് ഫുഡൊക്കെ പാത്രത്തിലാക്കി അവരെ ബസ് കയറ്റാൻ കൊണ്ടുപോട്ടെ. 1-2 അപ്പേ കഴിക്കുള്ളൂ. ചോറാണെങ്കിലും ആക്കണമെന്ന് അതും തീരെ കഴിക്കൂല. നമ്മളൊരു കുറച്ചാക്കിയാലും അത് ബാക്കി കൊണ്ടുവരും. അപ്പോൾ അപ്പാണെങ്കിൽ കുറച്ചൊക്കെ കഴിക്കും. അപ്പോൾ കുട്ടികളൊക്കെ പോയി, അവരെ ബസ് കയറ്റി വിട്ടു. മുറ്റൊക്കെ നല്ലോണം ചമ്മലുണ്ട്. അപ്പോൾ അടിച്ചു വരട്ടെ. അപ്പോൾ നോക്കുമ്പോൾ കൂന് മുളച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ഇങ്ങനെ. അപ്പോൾ 2-3-4 ഉള്ളൂ. കറി വെക്കാനുള്ളതൊന്നും ഇല്ല. അപ്പോൾ ഞാനൊക്കെ അതൊന്ന് പറിച്ചൊക്കെ ഒന്ന് എടുത്ത് നോക്കി.
പെട്ടെന്നൊരു ഭയങ്കരമായിട്ടൊരു മഴ പെയ്തു. പിന്നെ ഞാൻ മുകളിൽ പോയി റൂമൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോൾ താഴെ വന്ന് നോക്കുമ്പോഴത്തേനും ചോറ് വന്നിക്കണേ. അപ്പോൾ ചോറ് വന്നിക്കണേ. അപ്പം ഇനി കൂട്ടാനും ഒക്കെ കറിയൊക്കെ ഉണ്ടാക്കട്ടെ. ഇന്ന് ഉച്ചക്കത്തേക്ക് ചിക്കൻ കുറച്ചുണ്ട്. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കാമെന്ന് കരുതി. കുട്ടികൾ സ്കൂളിൽ പോയില്ല. അപ്പം ഇനി ഞാൻ തന്നെ ഉള്ളൂ. അപ്പം മഴയൊക്കെ ചോർന്നപ്പോൾ ഞാൻ മുറ്റടിച്ച് വരാൻ ഇറങ്ങി. മുറ്റൊക്കെ അടിച്ച് വരി കഴിഞ്ഞു. ഇനി കൂട്ടാനൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പോൾ അതുക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കറായിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉലുവ ഇടുക, പിന്നെ കോഴി കഴുകി വെച്ചതേക്ക് ഇടുക, കുറച്ച് ഉപ്പിടുക, എന്നിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. നമ്മൾ ആദ്യം ഉള്ളിയും തക്കാളിയൊക്കെ അല്ലേ വഴറ്റുക. അപ്പോൾ അതിനൊക്കെ നേരെ വിപരീതമായിട്ട് ആദ്യം ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് അതിന് വരുന്ന വെള്ളം, അതിന് എല്ലാ എണ്ണയൊക്കെ പാടെ കൂടി അതിൽ കിടന്നിങ്ങനെ ഒന്ന് കോഴിയൊന്ന് കുറഞ്ഞ് വേവും. അപ്പോൾ നമ്മളതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കുക. മസാലപ്പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് നല്ല അടച്ച് വെച്ചുകൊണ്ട് ഒന്നും കൂടി കുറച്ച് നേരം കുറഞ്ഞ് സിമ്മിലിട്ടുകൊണ്ട് ഇത് വേവിക്കാൻ പാടുള്ളൂ. വെള്ളം നമ്മൾ വേറെ ഒന്നും ചേർക്കൂല. അപ്പം അങ്ങനെ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും അതിലേക്ക് അപ്പോഴാണ് ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം ഉള്ളി ഇടുക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇടുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. അത് ഉള്ളി ഒന്ന് കുഴഞ്ഞതാകുമ്പോൾ തക്കാളി ചേർക്കുക. എന്നിട്ട് തക്കാളി നല്ലോണം ഉടച്ചിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കുറഞ്ഞ് സിമ്മിലിട്ടുകൊണ്ട് വേവിക്കുക. അപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കില്ല. ചിക്കന് കഴുകിയല്ല വെള്ളം ഇറങ്ങുന്നല്ലാതെ വേറെ വെള്ളം നമ്മളൊന്നും ചേർക്കില്ല. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയിൽ നിന്നും വ്യത്യസ്തകരം. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. പിന്നെ ഇതിൻ്റെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുണ്ടാകുമ്പോൾ ഒരു ചെയ്യണതാണ് ഇങ്ങനെ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറായി റെഡി ആയിട്ടുണ്ട്. ഞാൻ പോയി കുളിച്ച് ഫ്രഷായിക്കെ വന്നിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.